ഹലോ അസ്സലാമു അലൈക്കും. സീനാസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂമ്പുതോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂമ്പുതോരനാണ്. അപ്പോൾ ഇതിലൊരു സീക്രട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു ഏത്തവാഴയുടെ കൂമ്പെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ, പിന്നെ പാളയംകോടൻ, രസകദളി ഇതിൻ്റെയൊക്കെ കൂമ്പാണ് നമ്മൾ സാധാരണ തോരൻ വയ്ക്കാൻ എടുക്കാറുള്ളത് കേട്ടോ. റോബസ്റ്റിൻ്റെ കൂമ്പ് നമ്മൾ എടുക്കാറില്ല, അതിനൊരു കയ്പ്പ് രസമുണ്ടാകും. അപ്പോൾ ഒരു 7-8 പോള ഞാൻ എന്താ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചുണ്ടും കൂടി നന്നായിട്ടൊന്ന് വെട്ടിക്കളയുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്കി ഒന്ന് കൊത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ കഴിയുമോ അതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിടുക. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് കറക്കി നന്നായിട്ടൊന്ന് കൊത്തി അതിൻ്റെ മൂടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കൊത്തി എടുത്തിട്ട് നന്നായിട്ട് കുരുകുര അരിയണേ. അപ്പോൾ നമ്മുടെ കൂമ്പ് ഞാൻ ഏകദേശം പകുതിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് ഫുള്ളാണ് കാണിക്കുന്നത്, നന്നായിട്ട് ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. കൂമ്പ് അരിഞ്ഞെടുക്കാൻ പലർക്കും അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്കിതിൻ്റെ ഒരു സീക്രട്ടൊക്കെ ഞാൻ ഇതിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ വാഴക്കൂമ്പിൻ്റെ പകുതി പോർഷനോളം ഞാൻ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിയേണ്ടത് ഇതിൻ്റെ നടുക്കുള്ള കാമ്പില്ലേ, അത് വീഴാത്ത രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കൊത്തി കൊടുത്തിട്ട് നമ്മൾ കാമ്പിൽ കൊള്ളാത്ത രീതിയിൽ അതുവരെ ഒന്ന് കതച്ച് പിച്ചാത്തി പതുക്കെ താത്ത് നമ്മൾ അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിഞ്ഞാൽ നമുക്ക് തോരൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ല. ഇതിനൊരു ഈ കാമ്പ് കിടന്നാൽ കയ്പ്പ് രസമുണ്ടാകും. അതുകൊണ്ടാണ് കാമ്പ് വീഴാതെ തന്നെ അരിഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാമ്പിൻ്റെ പാകമായപ്പോൾ ഞാൻ പതുക്കെയാണ് നിർത്തിയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അത് കാമ്പ് വീഴാതിരിക്കാനാണേ. അപ്പോൾ നമ്മുടെ കൂമ്പ് മൊത്തം ഞാൻ അരിഞ്ഞെടുത്തു. അവസാനം കണ്ടില്ലേ, കാമ്പ് മൊത്തം അരിഞ്ഞ് വീഴാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കളയാം. ചിലർ ഈ മൂട് ഭാഗം വെച്ചൊക്കെ അരിഞ്ഞെടുക്കുന്നത് കാണാം. അപ്പോൾ ഈ കാമ്പ് മൊത്തം കൂമ്പിലാണ് വീഴുന്നത്. അപ്പോൾ അത് വേർതിരിച്ചൊന്നും എടുക്കാൻ പറ്റില്ല, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതുകൊണ്ട്. പിന്നെ നമുക്കിത് ഇതിൽ കിടക്കുന്ന കാമ്പുകളൊക്കെ ഇതുപോലെ ഒന്ന് എടുത്ത് കളയാവേ. അപ്പോൾ ഇത് കാമ്പ് മൊത്തം എടുത്ത് കളഞ്ഞു. അപ്പോൾ കാമ്പ് മൊത്തം എടുത്ത് കളഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കണ്ടില്ലേ, വല കണ്ടില്ലേ? ഇതൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഞാനൊരു സീക്രട്ട് ഇതിലേക്ക് കാണിക്കുന്നത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൂമ്പിൻ്റെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ എത്തത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ മിക്സാക്കിയതിന് ശേഷം കൂമ്പെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം ഇടത്തെ കൈയിലേക്ക് വെച്ച് കൊടുത്തിട്ട് വലത്തെ കൈ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കറ കുടുങ്ങുകയും ചെയ്യും. നമ്മൾ അരിഞ്ഞെടുത്ത കൂമ്പിൻ്റെ ഭാഗം മൊത്തം പാത്രത്തിൽ വീഴുകയും ചെയ്യും. ഇങ്ങനെയാണ് കൂമ്പിൽ നിന്നും കറ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഒരു പിടി അരിഞ്ഞ കൂമ്പെടുത്ത് ഇതുപോലെ ഒന്ന് തടവി എടുത്തപ്പോൾ എനിക്ക് ഇത്രയും കറ കിട്ടി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി കളയാം. ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചുരച്ച് കൊടുത്ത് കറ മൊത്തവും നീക്കം ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂമ്പിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ തീരുന്നതിന് മുമ്പ് തന്നെ കുറേശ്ശെ എടുത്ത് കയ്യിലേക്ക് ആക്കിയിട്ട് മൊത്തത്തിൽ ഞാൻ കറ എടുക്കുകയാണേ. അപ്പോൾ അരിഞ്ഞെടുത്ത കൂമ്പ് മൊത്തവും കയ്യിൽ വെച്ച് തടവിയിട്ട് കറ മൊത്തവും വേർതിരിച്ചെടുത്തേ. നമ്മൾ കഴുകുമ്പോൾ ഈ കൂമ്പിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരില്ല. നല്ല കൂമ്പ് തോരൻ നല്ല ഗുണവുമായിരിക്കും. അപ്പോൾ ഈ കറ മൊത്തം നമുക്ക് കളയാം കേട്ടോ. ഇത്രയും കറ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു സവാളയും കൂടി അരിഞ്ഞിടാം. സവാളയും കൂടി അരിഞ്ഞിടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ തോരന്. അപ്പോൾ സവാള നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ സവാള മൊത്തത്തിൽ
കൊത്തിയരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കാമ്പ് ഞാൻ മാറ്റിയേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ. ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക്, പിന്നെ കുറച്ച് കടുക്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അരപ്പൊന്ന് ചതച്ചെടുത്തേ. ഇനി നമുക്ക് തോരൻ വെച്ച് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാൽ പിന്നെ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ കടുകൊക്കെ പൊട്ടി. ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആ മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞെടുത്ത കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് വേവുന്നതിന് കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 30 സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തുറന്നിട്ട് നമുക്ക് കുറച്ച് വൻപയർ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കുക്കറിലിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചാച്ചി വെച്ച നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മധ്യഭാഗം ഒന്ന് നീക്കിയിട്ട് അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി നേരത്തെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മധ്യഭാഗത്തേക്ക് അരപ്പിട്ട് കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തു നിന്നും ഇത് അരപ്പൊന്ന് മൂടിയെടുക്കാം. എന്നിട്ട് അമർത്തി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് അടച്ച് വയ്ക്കുക. ആ അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ അതാ 30 സെക്കൻഡ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഈ അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അത് അരപ്പും എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ തോരൻ നല്ല ഉലർത്തിയെടുത്ത തോരനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറിയൊക്കെ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നല്ല തുറുതുറായിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരുമാതിരി വലിയ തോരനിരിക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് ചൂടോട് കൊടുത്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാൻ ഇതുണ്ടെങ്കിൽ ഇത് വേറൊരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് തീരുന്നത് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ് ഈ തോരൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.